ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഡിഫോൾട്ടായിട്ടുള്ള കുറച്ച് ആൻഡ്രോയിഡ് ട്രിക്സിനെ കുറിച്ചാണ്. നമുക്ക് അറിയാതെ പോകുന്ന കുറച്ച് ആൻഡ്രോയിഡ് ഫീച്ചറുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് കാണുന്ന വിഷൻ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കളർ ഇൻവേർഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണിത്. ഇൻവേർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ കാണാൻ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ തീം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. സെറ്റിങ്സ് പാനലെല്ലാം ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ കളർ കറക്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് ബാർ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. റെഡ്, ഗ്രീൻ അതുപോലെ ഓരോന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ സെറ്റിങ്സുകളൊന്നും കൂടുതൽ പേർക്കും അറിയാതെ പോകുന്ന ഒരു ഫീച്ചറാണ്. രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്ത് ആക്സസിബിലിറ്റി എന്ന് പറയുന്നതിൽ തന്നെ പോയി ഇതിൽ ഈ രണ്ടാമതായി കാണുന്ന ഹിയറിംഗ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റായിട്ട് കാണുന്ന ഫ്ലാഷ് നോട്ടിഫിക്കേഷൻ എന്നത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളിനോട് കൂടെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമതായിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. വോയിസ് RTL ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ പേര് ഇപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ഹാൻഡിലേക്ക് ചേഞ്ച് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. റൈറ്റ് ഹാൻഡിൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലേക്ക് മാറിയതായിട്ട് കാണാം. ഇതിൻ്റെ സെറ്റിങ്സും എല്ലാം തന്നെ റൈറ്റ് ഹാൻഡിലേക്ക് മാറിയതായിട്ട് കാണാം. ഇതാണ് മൂന്നാമത്തെ ഫീച്ചർ. നാലാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിൽ വിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാഗ്നിഫിക്കേഷൻ ഗസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തത് കാരണം നമുക്കിനി നമ്മുടെ ഫോണിൻ്റെ ഏത് ഭാഗമാണെങ്കിലും സൂം ചെയ്ത് നോക്കാവുന്നതാണ്. 3 തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗത്തേക്കും സ്ക്രോൾ ചെയ്ത് ആ ഭാഗം സൂം ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. അഞ്ചാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഷോ ടച്ചസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ടച്ച് ചെയ്താലും ഒരു പോയിൻ്റ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നതാണ്.